കുറച്ചു നാളുകളായി സുരേഷ് ഗോപിയായിരുന്നു മാധ്യമങ്ങളുടെ ഇര. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ മകനെ തന്നെ ലക്ഷ്യമിടുകയാണ്. ഈ റോഡിലുണ്ടായ ചില തർക്കങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പെരുപ്പിച്ച് കാണിക്കുകയും ഇപ്പോൾ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഈ മാധവ് സുരേഷിനെ മാത്രമാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത്. അതെന്താ കോൺഗ്രസ് നേതാവിന് കൊമ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാരല്ലേ മദ്യവർജനം നയമാക്കിയ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാർ. അതൊന്നും മദ്യം കഴിക്കില്ലല്ലോ. അതിപ്പോ മദ്യം, സ്ത്രീ, ഒരു വിഷയത്തിലും കോൺഗ്രസ്സുകാരില്ല. പാലക്കാട് നിന്ന് കഥകൾ വരുന്നുണ്ടല്ലോ. പാലക്കാട്ട് നിന്നും മാത്രമല്ലല്ലോ, വരുന്നുണ്ടല്ലോ. അടൂർ നിന്നും കഥകൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട്ട് മാത്രമല്ല, അടൂർ നിന്ന് കഥകൾ വരുന്നുണ്ട്, വേറെ കഥകൾ വരുന്നുണ്ട്. അടൂരിൽ നിന്ന് ലോകം മുഴുവൻ പ്രകാശം ചെയ്തതിൻ്റെ കഥകൾ വരുന്നുണ്ട്. അതിന് മുമ്പുള്ള കഥകളൊക്കെ വരുന്നുണ്ട്. കോളേജിൽ പഠിച്ചപ്പോഴത്തെ കാര്യം വരെ വരുന്നുണ്ടല്ലോ. ഒരു സഹപാഠി നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ബി ഗോപാലകൃഷ്ണൻ കൊടുത്ത സന്ദേശം, ആ സന്ദേശമാണ് ഒരു പ്രതീകമായിട്ട് പാലക്കാട്ട് മഹിളാ മോർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്താൻ ഉപയോഗിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഈ കോൺഗ്രസ്സുകാർ കതർ മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ. ഗാന്ധിയുടെ ഈ ആദർശം എന്ന് പറയുന്നത് മദ്യപിക്കില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും ഇപ്പം ഈ പറഞ്ഞ കഥാപാത്രം തന്നെ ഖദർ എന്ന് പറയുന്ന വസ്ത്രത്തിനോട് പുച്ഛമായിരുന്നു. അത് കോൺഗ്രസ്സിലെ ഒരു നേതാവ്, പഴയകാല നേതാവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ പക്ഷേ ഇതൊക്കെ പഴഞ്ചൻ രീതികളല്ലേ, ഈ ബ്രാൻഡഡ് ഷർട്ടൊക്കെ അല്ലാതെ ഇപ്പോൾ ആളുകൾ ഗവനിക്കുമോ? ആളുകളെ പുളകം കൊള്ളിക്കാൻ ഈ ഖദറൊന്നും പോരാ, ബ്രാൻഡഡ് ഷർട്ട്. അങ്ങനെ ഈ ബ്രാൻഡഡ് ഷർട്ട് ഇട്ട് പുളകം കൊള്ളിച്ചവരായിരിക്കണം ഇപ്പോൾ പരാതികളുമായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആളുകളും എല്ലാം തന്നെ ഇപ്പോൾ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് പോയിരിക്കുക. ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകൾ, അതുപോലെ തന്നെ ആഡംബര കാറുകൾ, ഇതിൻ്റെ അടിമകളായിട്ട് കേരളീയർ മാറിയിരിക്കുക. അത് വലിയ കാറ്, ലംബോർജിനോ കാറുകൾ. എൻ്റെ മുന്നിൽ ലംബോർജിനോ ഉണ്ടെന്ന് അഭിമാനം പൂർവ്വം 1 കോടിയുടെ കാറ് ഉണ്ട്. അതിൽ കുറഞ്ഞൊന്നും കാറൊന്നും പോരുന്നേ ഇപ്പോൾ. അതുപോലത്തെയാണ് ഇപ്പോൾ ടാറ്റ അല്ലെങ്കിൽ മാരുതി 800 കൊണ്ടുവന്നു, അതുപോലെ ടാറ്റ കൊണ്ടുവന്ന് ഞാനും, അതൊന്നും ആർക്കും വേണ്ട, വലിയ കാറുകൾ. എന്നാൽ നമ്മുടെ റോഡുകൾ വലുതാണോ? ഭാഗ്യത്തിന് ഇവിടെ അപകടം ഉണ്ടായിരിക്കുന്ന സ്ഥലം ശാസ്തമംഗലം വെള്ളയമ്പലം റോഡെന്ന് പറയുന്നത് വീതിയേറിയ ഒരു റോഡാണ്. അത് ഈ പുതിയ പരിഷ്കാരങ്ങളിലൊന്നും വന്നതല്ല, അത് രാജവീതിയാണ്. രാജവീഥിയുടെ ആ വീതി അത് നിലനിർത്തുന്നുണ്ട്. അവിടെ കൊണ്ടിട്ട് അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എത്രമാത്രം അശ്രദ്ധയാണ്. അവിടെ മന്ത്രിമാരോ അല്ലെങ്കിൽ VIP-കളോ പോകാത്തപ്പോൾ അവിടെ സിഗ്നലുണ്ട്. ആ സിഗ്നൽ നോക്കി മര്യാദയ്ക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല, ഒരു കൂട്ടിയിടിയും വരുന്നില്ല. ഇവിടെ 2 കാറുകൾ നേർക്ക് വരുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? അപ്പം ആരോ ഒരാൾ ഇതിൽ പരാക്രമം കാണിച്ചിട്ടുണ്ട്. അത് ആരെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് സുരേഷ് ഗോപിയുടെ മകനാണ്. അതുകൊണ്ട് അയാളുടെ ഇരയാക്കാനേ ഗവൺമെൻറ്റും അതുപോലെ കോൺഗ്രസ്സുകാരും എല്ലാം നോക്കും, പോലീസും എല്ലാം നോക്കും. കാരണം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പോലീസും അതിൽ വരുന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. രണ്ടാമത്തേത് ഒരു കോൺഗ്രസ് നേതാവാണ്, വിനോദ് കൃഷ്ണ. ആദ്യത്തേത് മാധവ് സുരേഷ്. അദ്ദേഹത്തിന് വലുതായിട്ട് സിനിമയൊന്നും ഇല്ലെങ്കിലും ആ സുരേഷ് ഗോപിയുടെ ആവേശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വിനോദ് കൃഷ്ണയുമാണ് ഈ സാധാരണഗതിയിൽ ഇവിടെ കേരളത്തിൽ മാത്രം കാണുന്നതാണ്. കാറുകൾ, വലിയ കാറുകളും എടുത്തുകൊണ്ട് വരും. അവിടെ കാണാൻ ഒരു ചെറിയ പോറൽ വന്ന ഉടനെ വഴക്കായി, അടിയായി. ഇത്രയും പണമുള്ള കാറ് വാങ്ങിക്കാമെങ്കിൽ ഇത് ഇയാൾക്ക് കൊണ്ടുപോയിട്ട് ഇൻഷുറൻസ് കിട്ടും, കൊണ്ടായി അങ്ങ് നന്നാക്കിയാൽ പോരെ. ഈ വഴി കടന്ന ആൾക്കാരുടെ ഗതാഗതം മുടക്കണം, വലിയ വൈകാരിക പ്രശ്നമാണ്. വിദേശ രാജ്യങ്ങളിലൊന്നും ഇത് സംഭവിക്കാറില്ല. അവിടെ കിടക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അപ്പം തന്നെ ട്രാഫിക് അവിടെ ക്ലിയർ ആക്കും. അതാണ് മര്യാദ, സംസ്കാരം. ഈ വലിയ കാറുണ്ടെങ്കിലും സംസ്കാരം എന്ന് പറയുന്നത് ചെറുതാണ്, ഉള്ളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ചെറുതാണ്. അതാണ് പ്രശ്നം. അവിടെ കിടന്നൊരു വാക്കേറ്റം ഉണ്ടാക്കി അവിടുന്ന് കുറച്ച് ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരും എല്ലാം കൂടെ 2 സൈഡും ചേർന്ന് പറയുന്നു, അവരിങ്ങോട്ട് വന്ന് ആളാവുന്നു, തർക്കം മൂക്കുന്നു. വേസ്റ്റാണിത്. കേസെടുക്കുക. ആരാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കട്ടെ. അല്ലെങ്കിൽ കേസാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് പണം കിട്ടും. അതിന് കേസാക്കിയെങ്കിലേ ഇൻഷുറൻസ് കിട്ടും. കേസാക്കിക്കൊണ്ട് ഇൻഷുറൻസിന് തുക കിട്ടാവുന്നത് ഒരു 85% കിട്ടും. ഇപ്പോൾ പുതിയ ഈ ന്യൂജൻ ഇൻഷുറൻസുകളുണ്ടല്ലോ, അതൊക്കെ മാക്സിമം കൊടുക്കും അവരുടെ ഒരു മത്സരം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അത് പരിഹരിക്കേണ്ടതിന് വരെ വഴി കടന്നടിയുക, അങ്ങേയറ്റം ആംബുലൻസിന് പോലും പോകാനോ പറ്റാത്ത പോലെ ബ്ലോക്ക് ആക്കും. ഇന്നലെ അതാ സംഭവിച്ചത്. നല്ല ഐശ്വര്യമുള്ള റോഡിൽ, വെള്ളയമ്പഴം ശാസ്തമംഗലം റോഡിൽ. ശാസ്തമംഗലത്താണ് സുരേഷ് ഗോപിയുടെ വീട്. വിനോദ് കൃഷ്ണ എവിടോട്ട് പോകാണെന്നൊന്നും വ്യക്തമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന U-ടേൺ തിരിഞ്ഞു വരികയായിരുന്നു വിനോദ് കൃഷ്ണ. അവിടെ U-ടേൺ ഇല്ലല്ലോ, പത്രഭാഷയിൽ അത് തെറ്റിയതാണ്. അങ്ങനെ ഒരു U-ടേൺ അവിടെ ഇല്ല. അവിടെ റൗണ്ട് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് ട്രാഫിക് സിഗ്നൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മന്ത്രിമാർ പോയാൽ അത് വർക്ക് ചെയ്യത്തില്ല, അത് ഓഫ് ചെയ്തിടും പോലീസുകാർ, അവരെ സൂചിപ്പിക്കാൻ. അവർക്ക് ഈ ട്രാഫിക്കിലൊന്നും സിഗ്നൽ കണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ളവർ പോയി. ഇത് വാസ്തവത്തിൽ ഇത് തെറ്റാണ്.
ഇത് ട്രാഫിക് നിയമലംഘനമാണ്. മന്ത്രി ആയാലും ഏത് കൊമ്പനായാലും ഏത് VIP ആയാലും VIP കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ന്യായശാസനയിൽ ഇല്ല. മന്ത്രി വരുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് മാറ്റി കൊടുക്കണമെന്നില്ല. അവരവിടെ കിടക്കട്ടെ. ഇതിന്റെ വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ ഈ പ്രശ്നമുണ്ടാകുന്നു. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകനാണ് പോലീസ് ജീപ്പിൽ കയറ്റി പോയി പരിശോധിക്കുകയാണ് മദ്യപിച്ചിട്ടുണ്ടോ എന്നത്. അതെ അതെ അതെ, പരിശോധിക്കുമ്പോൾ രണ്ടുപേരെയും പരിശോധിക്കണം. ആരോപണം ഉന്നയിച്ച മാധവകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എന്തേ മാധവകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ഉന്നയിച്ചപ്പോൾ BJP കാരനെ കൊണ്ടുപോയി. BJP കാരന്റെ മകനെ, MP മകനെ അങ്ങനെ ചിലപ്പോ ഇദ്ദേഹം നമുക്ക് അറിയാൻ കഴിയും. ഇദ്ദേഹം ഈ കോൺഗ്രസ് നേതാവ് അല്ല, കുഴപ്പമില്ല. സംഭവം ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ മകൻ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി. വാർത്ത വന്നു കഴിഞ്ഞാലേ BJP-കാരുടെ 10 വോട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇല്ലാതാക്കാവുന്നുള്ളൂ. ഇയാൾ ഇങ്ങനത്തെ മനുഷ്യനാണോ? ഒരു 10 വോട്ടെങ്കിലും കുറയുമല്ലോ. അത് സാധിക്കാൻ വേണ്ടിയാ. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും തിരുവനന്തപുരം ഷുവർ സീറ്റാണ് BJP-യുടെ. അവിടെ എങ്ങനെയെങ്കിലും ആര്യ രാജേന്ദ്രനെ വീണ്ടും പൊക്കിക്കൂട്ട് വരാൻ പറ്റുമോ? പൊക്കി എറിയും ജനങ്ങൾ. ഇതുകൊണ്ട് ഈ നാടകം കൊണ്ടൊന്നും ഒന്നും ഫലിക്കില്ല. പക്ഷെ മാധവകൃഷ്ണ ഒരു MP-യുടെ മകനാണ്. ഉദയനിധി സ്റ്റാലിനെ പോലെ പെരുമാറാൻ പാടില്ലെന്ന അഭിപ്രായം. ഉദയനിധി സ്റ്റാലിനെ പോലെ പെരുമാറാൻ പാടില്ല. ആനയെ പേടിക്കും ആൾക്കാർ, ആനപ്പിണ്ടത്തെ പേടിക്കുകയില്ല. താങ്കളൊരു എസ്റ്റാബ്ലിഷ് നടനോ രാഷ്ട്രീയക്കാരനോ മന്ത്രിയോ അല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ അച്ഛനാണ് കേട്. അതെ, റോഡിൽ ഇറങ്ങി നിന്ന് പ്രകടനം നടത്തേണ്ട, വാക്കേറ്റം നടത്തേണ്ട ആവശ്യമില്ല. എന്താണ് തെറ്റ്? നിങ്ങൾ പരാതി പോലീസിൽ എഴുതി കൊടുക്കുക. നടപടി എടുത്തില്ലെങ്കിൽ അത് നാട്ടുകാരോട് പറയുക. അതിന് വേദികളുണ്ട്, മാധ്യമങ്ങളോട് പറയുക. ആ മര്യാദ പാലിക്കാൻ തയ്യാറാണ്. അപക്വമായിട്ട് പെരുമാറരുത്. സുരേഷ് ഗോപി ഇപ്പോൾ പക്വതയിലേക്ക് വന്നു. നിങ്ങൾ അപക്വതയിലേക്ക് പോകുന്നത് അത് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് മാത്രമല്ല, അത് സുരേഷ് ഗോപിക്കും അത് BJP-ക്കും ക്ഷീണം ഉണ്ടാക്കുന്നതായിരിക്കും. ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിയെ ലക്ഷ്യമിടുന്നത്? നിരന്തരം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വാർത്തകൾ നൽകാൻ കഴിയുമോ അത് മുഴുവൻ നൽകുക. അതിന് അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള ജാഗ്രത വേണം. അത് മാത്രമല്ല, കുഴി ബോംബുകൾ വെച്ചിരിക്കുകയാണ്, മൈനുകൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. അതാണ് കുറച്ച് നാൾ മൗനം അവലംബിച്ചത്. പരമാവധി നോക്കി സുരേഷ് ഗോപി. ഇനിയിപ്പോൾ രജനീകാന്ത് പോകുന്ന പോലെ ഹിമാലയൻ താഴ്വരയിൽ പോയി കുറച്ച് നാൾ പോയിട്ട് നല്ല സ്ട്രെസ്സുള്ള ആളാണ്, ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഹൈ പ്രഷറുള്ള ആളാണ്. അവിടെ പോയി കുറച്ചു നേരം ധ്യാനബുദ്ധനായിരിക്കുക. അതിനുശേഷം വരും. ഇപ്പോൾ കണ്ടില്ലേ കൂലി സിനിമ വൻ ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് മാറിയിരിക്കുക. കുറച്ച് ധ്യാനമൊക്കെ നല്ല. രാഷ്ട്രീയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ വിജയിക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിജയിക്കുമെന്ന്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിജയിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന വിജയിയാണ്. സംഭാഷണമധ്യേ പറയുന്നതേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ രജനീകാന്തിന് നല്ല വിനയമുണ്ട്, പഴയ ഓർമ്മകളുണ്ട്. അത് ആണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഈ അഹങ്കാരം കൊണ്ടൊന്നും ആരും വിജയിക്കാൻ പോകുന്നില്ല. അല്ല, എല്ലാ രാഷ്ട്രീയക്കാരെയും പശ്ചാത്തലം പരിശോധന നമുക്ക് മനസ്സിലായി. മക്കൾ രാഷ്ട്രീയം അവർക്ക് മക്കൾ രാഷ്ട്രീയമല്ല, ഈ മക്കളെ കൊണ്ട് വലിയ പ്രശ്നമായിട്ട് ഭാരമായിട്ട് മാറുന്നുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അത് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ മാധവകൃഷ്ണൻ മദ്യപിച്ചിരുന്നു എന്നുള്ളത് പോലീസ് കൊണ്ടുപോയി തെളിയിച്ച് അത് അഗ്നിശുദ്ധനാക്കി അദ്ദേഹത്തിനെ. അല്ലെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾ ഇറക്കി. അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അഗ്നിശുദ്ധനാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കുക. അപ്പൊ ഈ പെൺകുട്ടികൾ കള്ളം പറഞ്ഞാണെന്ന് വ്യക്തമാകത്തില്ലേ? കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നോ? നടൻ കൃഷ്ണകുമാറിന്റെ 3 പെൺകുട്ടികൾ ചേർന്ന് അങ്ങേരെ മോശക്കാരനും എല്ലാം ആക്കിയില്ലേ? എന്നിട്ട് ഇപ്പൊ എന്റെ സത്യം പുറത്തു വന്നില്ലേ? തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇപ്പൊ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാവാൻ പ്രചാരണം തുടങ്ങിയിരിക്കുക കൃഷ്ണകുമാർ. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാതൃക പിന്തുടരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.